திரும்பி பாருங்க. അടുത്ത സ്ഥലത്തേക്ക് സ്പീഡ് വെച്ച് ബോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ഗിൽനെറ്റിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണും, ഇഷ്ടംപോലെ വലയാണ് നമുക്ക് പിണഞ്ഞു വന്നത്. അതായത് ഈ പേനാച്ചൂര കയറിയിട്ട് ഫുള്ള് വല പിണഞ്ഞാണ്ട വന്നത്. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വലയിടാനായിട്ട് ചെല്ലുമ്പോഴേക്കും നമ്മളെ കൊണ്ടാവണ രീതിയിൽ എല്ലാ മുറുക്കും മാറ്റിയിട്ടേ അടുത്ത വല കടലിലേക്ക് തട്ടുകൊള്ളുക. അപ്പോൾ അതിനുള്ള പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം സ്റ്റിയറിങ്ങിലായിരുന്നു ഞാൻ. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയേണ്ട. അപ്പോൾ ഈ വലയിനകത്ത് നമുക്കൊരു വലിയ തെരണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ വലയിനകത്ത് മുറുക്കി വരാൻ നേരത്ത് തെരണ്ടിയും വരാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ആ തെരണ്ടിനെ എടുക്കും, ചിലങ്ങളൊക്കെ എടുക്കാതെ ആ വലയിൽ തന്നെ കിടക്കോട്ടെ. പിന്നെ തെരണ്ടി കൂടുതലും പോണത് കരുവാടിനാണ്. കരുവാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉണക്കാനായിട്ടുള്ള രീതിയിലാണ് പോണത്. അപ്പോൾ ഇവിടെ കുറച്ച് പേനാച്ചൂരകൾ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേനാച്ചൂരിനെ നമ്മൾ വലയിൽ നിന്ന് മാറ്റാൻ നേരത്ത് എപ്പോഴും കയ്യിൽ ഗ്ലൗസ് വേണം, അല്ലെങ്കിൽ മീനിൻ്റെ ചെതമ്പലും കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ കൊണ്ട് പൊള്ളയൊക്കെ ചെയ്യോട്ടെ. കാറ്റ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടക്കാനാ ഇരിക്കാനാ അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനൊന്നും പറ്റില്ല. അതെ, നാഗരാജൻ തന്നെ ഇവിടെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കിയാണ്. അപ്പോൾ അതിന് തന്നെ കന്നിക്കിടാനായിട്ട് കന്നിപ്പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ബോട്ടിൻ്റെ ബാക്കിൽ കൂടെ തന്നെ ഒരു കപ്പൽ ഓടി പോണേണ്ടി കാണുന്നത്. ഉച്ചക്കലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി മീൻ കുളമ്പാണ്ട. അത് നല്ല കേര മീനാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ ഇവരുടെ കുളമ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. അതിപ്പം മീൻ കട്ട് ചെയ്യണ ആ ഒരു ഇതുപോലും ഡിഫറൻ്റ് ആയിട്ടാണ്. അതിന് തന്നെ മീനിൻ്റെ തൊലിയെല്ലാം മുളിച്ച് പിന്നെ ആ ഒരു ചെറിയ പേനാക്കത്തി വെച്ചിട്ട് മീനിൻ്റെ മീറ്റ് മാത്രം ഇങ്ങനെ എടുക്കും. മുള്ളധികം ഇവരെടുക്കാറില്ല കേട്ടോ. അത് മാത്രമല്ല തലയും എടുക്കാറില്ല. ശരിക്കും കേരയുടെയൊക്കെ തല നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷേ ഇവർ കേരയുടെ തല എടുക്കാറില്ല. തലയൊക്കെ നേരെ എടുത്തുള്ള ഈ മീറ്റ് മാത്രം എടുത്തിട്ടാ കണ്ട. അപ്പം മീറ്റ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കാണുന്നത്. ചൂരയും കേരയും ഒന്നാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ചൂരയും കേരയും ഒന്നല്ല, രണ്ടും രണ്ട് മീനാണ്. അത് ഒരേ ഫാമിലി ആണെന്നുണ്ടെങ്കിലും രണ്ടിൻ്റെയും ടേസ്റ്റ് വേറെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതൽ കേരക്കാണ് ചൂരനയിലോട്ട്. അതുപോലെ വിലയും കൂടുതൽ കേരക്കാണ്. ഇപ്പോൾ നമ്മളെടുത്തേക്കണ കേരയാണ്. നമ്മുടെ ബോട്ടിനകത്ത് ചൂര് ഇഷ്ടം പോലെ കിട്ടിയാലും കേര കിട്ടണ്ടെന്നുണ്ടെങ്കിൽ ഇവർ കേര എടുക്കൊള്ളു. കാരണം വേറൊന്നുമല്ല, കേരയുടെ മീറ്റിനാണ് ടേസ്റ്റ് കൂടുതൽ. അതെ, കട്ട് ചെയ്യണ ആ ഒരു ഡിസൈനൊക്കെ നോക്കി. വേറെ വലിയ കത്തി ഉണ്ട് കേട്ടോ ബോട്ടിൽ. പക്ഷേ നാഗരാജാണന് മരിങ്ങത് ഈ ഒരു ചെറിയ പേന കത്തി വെച്ചാണ്. ഇത് നോക്കിയ വല കിടക്കണുണ്ട, അതിൻ്റെ ഉള്ളിൽ മീനും ഉണ്ട് കേട്ടോ. ഈ മീൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് ചീത്തായി പോവും. വലയിൽ നിന്ന് എടുക്കാൻ നേരത്ത് മോശമായി പോകും എടുക്കുമ്പോഴേക്കും. അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചിരുന്ന കമൻറ്റിനകത്ത് ഈ മീൻ എന്തുകൊണ്ട് എടുക്കണില്ല, ഇത് വിലയുള്ള മീനല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വേസ്റ്റായി കളയണമെന്ന്. ഒന്നാമത്തെ കാര്യം, നമുക്കിത് മീൻ ഒരുപാട് കൂടുതലാണ് നമ്മൾ വല കയറ്റി കഴിഞ്ഞപ്പോൾ വലയിനകത്ത് ഉണ്ടായിരുന്നത്. വല കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ തിരിയാൻ നിന്ന് കഴിഞ്ഞാൽ വല എടുത്ത് തീരില്ല. അതുകൊണ്ടാണ് നമ്മൾ വല ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഒരു സെറ്റ് 2 സെറ്റ് വലയോളം പേനാച്ചൂരിയായിരുന്നു. ബാക്കി 7 സെറ്റ് 8 സെറ്റ് വലയോളം നമുക്കുണ്ട്. അപ്പോൾ ആ വല വെച്ചാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ ഓടിപ്പോണേട്ടാ. അപ്പോൾ ഇവിടെ മീൻ കുളമ്പിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇവർ മസാലയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു കുളമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ആ കുളമ്പ് തിളച്ച് കഴിയുമ്പോഴാണ് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേട്ടാ. അപ്പോൾ തേങ്ങ മസ്റ്റാണ്. തേങ്ങ അരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മീൻ കറിയിലും തേങ്ങ അരച്ചത് മസ്റ്റാണ് കേട്ടോ. മഞ്ഞപ്പൊടിയും അതുപോലെ കുളമ്പ് മസാലയും പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, സവാള, തക്കാളി ഇതെല്ലാം ഇട്ടത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തിള വരാൻ നേരത്ത് നമ്മൾ വെട്ടി ക്ലീനാക്കി വെച്ചാണ് നമ്മുടെ കേരക്കുട്ടന്മാർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതായത് ഇപ്പോൾ പോയാനെ കറിയെല്ലാം കൂടി മറിഞ്ഞങ്ങോട്ട് അങ്ങനെയൊന്നും പോകില്ലട്ടാ, ചുമ്മാ പറഞ്ഞാണ്. റോളിംഗ് ഉള്ളതിൻ്റെ പേരിൽ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കൊണ്ടിരിക്കേണ്ട. ഈ കാണുന്നത് ശരിക്കും ചെറുതാണ്. ഇനിയുള്ള വീഡിയോസിലാണ് ഇതിലും വലുത് നിങ്ങൾ കാണാൻ പോകണം. ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിടന്നുറങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കുള്ളൂ, ഊഞ്ഞാലി കിടന്ന് ആടണോട്ടായിരിക്കൂലേ. പക്ഷെ അത്രയ്ക്ക് സുഖം ഉണ്ടാവില്ല. ഒരഞ്ഞൊരഞ്ഞ് നമ്മുടെ മുട്ടെല്ലാം പൊട്ടോട്ടെ. മീൻ കറി റെഡി ആയി കഴിഞ്ഞാൽ അവസാനത്തെ പരിപാടിയാണിത്. ഇതുപോലെ സവാളയൊക്കെ താളിച്ച് മീൻ കറിയിലേക്ക് ചേർക്കുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആണ് നമ്മൾ വെക്കണ മീൻ കറി ആയിട്ടാ. അപ്പം മീൻ കുളമ്പ് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സവാളയും അതുപോലെ പച്ചമുളകൊക്കെ ഇട്ടൊന്ന് താളിച്ച് വേപ്പിലേക്ക് ഇട്ടിട്ടൊന്ന് എണ്ണയിൽ താളിച്ചിട്ട്
അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണേണ്ടി കാണുന്നത്. തമിഴ്നാട് സ്റ്റൈലിൽ മീൻ കുളമ്പ് ഇവിടെ റെഡി ആയിട്ടാ. നിങ്ങളുടെ വീട്ടിൽ മീൻ കറി വെക്കണ ഇങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇതുപോലെ വെക്കണേട്ടാ. ഉച്ച സമയമായപ്പോഴേക്കും കാറ്റിൻ്റെ ഗതി കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം കൂടോ ഇല്ലയെന്നറിയില്ല. അങ്ങനെ സരവണൻ്റെ അടുത്ത് സ്റ്റിയറിംഗ് കൊടുത്തിട്ട്, അതായത് നമ്മുടെ സെക്കൻഡ് സ്ട്രാങ്ങിൻ്റെ അടുത്ത് ഞാൻ സ്റ്റിയറിംഗ് കൊടുത്തിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണ്. ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എത്രത്തോളം ക്ലിയർ ആവുമെന്നറിയില്ല. നമ്മുടെ കൂട്ട ബോട്ട് ഒരെണ്ണം നമ്മുടെ ബോട്ടിൻ്റെ ഒപ്പം ഓടി വന്നിട്ടുണ്ട്. ശരിക്കും ഈ തിര ഇങ്ങനെ വന്നടിക്കാൻ നേരത്ത് നമ്മുടെ ബോട്ടിലേക്ക് നോക്കാൻ നേരത്ത് അത്ര എഫക്റ്റ് അറിയില്ല. പക്ഷേ ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു ബോട്ട് വരാൻ നേരത്തെ അതിൻ്റെ എഫക്റ്റ് അറിയുള്ളൂ. നോക്കി അവിടെ ചെറുതായിട്ട് കാണുന്നുള്ളൂ, കാരണം കുറച്ച് ലോങ്ങാണ് ആ ബോട്ട്. ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ചാടി കുത്തിയാണ്ട വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാ. ദേവൻ നോക്കി പോണുണ്ട് ആ ബോട്ട്. അപ്പോൾ ഇത്രയും കടലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫോണിൻ്റെ സ്റ്റെബിലൈസേഷനും അതുപോലെ വേറൊരു ബോട്ടിൽ നിന്ന് എടുക്കാൻ നേരത്തെ കടലിൻ്റെ ആ ഒരു രൂപം നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ബോട്ടിൽ അത് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യണമെന്നില്ല. ആ ബോട്ട് പോണ പോക്ക് നോക്കി. ഭക്ഷണം കഴിക്കണോ ഉറങ്ങണോ എന്ന് ശ്രാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എല്ലാവരും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാരണം ഉറക്കം എന്ന് പറയുന്ന സാധനം ഈ ബോട്ടിലില്ല. അടുത്ത സ്ഥലത്തെത്തിച്ച് വലയിടുന്നതിന് മുമ്പേ 1.5 മണിക്കൂറോളം ഉറങ്ങാനായിട്ട് അവർക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ട്. കാറ്റിപ്പോൾ ഒന്നും കൂടിയും കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കാറ്റിൻ്റെ ശബ്ദം നല്ല അടിപൊളിയായിട്ട് കേൾക്കണം. അങ്ങനെ കുറച്ച് കേരക്കറിയും കൂട്ടി ഉച്ചക്കലത്തെ ഭക്ഷണം ഒരു 3 മണിയായപ്പോൾ കഴിക്കണത്. 1 മണിക്കൂർ തുറക്കത്തിന് ശേഷം ശ്രാങ്ക് വിളിച്ചെണീപ്പിച്ച് നേരെ വല റെഡിയാക്കാനായിട്ട്. കാരണം ഇനി അടുത്ത കെട്ടാപ്പ് നമ്മൾ പിളക്കാനുള്ള. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന വലയെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു 4 മണി 4:30 ആകുമ്പോഴേക്കും നമ്മൾ വല കടലിലേക്ക് ഇളക്കോട്ടെ. ഇത് കണ്ട കടലിൻ്റെ സ്വഭാവം പയ്യെ ഇപ്പോൾ മാറിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുമാത്രമല്ല കാറ്റ് ഒരു രക്ഷയില്ലട്ടെ. കാറ്റ് നല്ല രീതിയിലാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തിരമാലകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴിപ്പൻ തിരമാലകളാണ് തന്നെ. കുഴിപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴിയിലേക്ക് ബോട്ടിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് നോക്കാൻ നേരത്ത് നമ്മൾ വെള്ളം മാത്രമേ കാണുള്ളൂ. അതുപോലത്തെ തിരമാലകളാണ് എല്ലാം വന്നത്. ഇതിപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് കൂടി ഒരു ബോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.5 നോട്ടിക്കൽ മൈൽ ഗ്യാപ്പിൽ തന്നെ നമ്മുടെ കൂട്ട ബോട്ടുകളും വലയിടുണ്ടാവും. വെള്ളത്തിൻ്റെ ഒഴുക്കും അതുപോലെ വല ഒഴുകിപ്പോകാൻ ചാൻസ് ഉള്ള ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണേ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ 2 ബോട്ടിൻ്റെയും വലകൾ തമ്മിൽ പിണഞ്ഞൊക്കെ പോകും. അങ്ങനത്തെ ഒരു 5 മണിയായപ്പോഴേക്കും കടലിലേക്ക് നമ്മൾ വല തട്ടാനായിട്ട് തുടങ്ങിയിട്ട്. വല കടലിലേക്ക് ഇടുന്ന സമയത്ത് തിരക്ക് കുറുകെ നിന്നിരുന്ന ബോട്ട് തിരക്കൊപ്പമാവട്ടെ. അതായത് കാറ്റിനൊപ്പം തിരക്കൊപ്പം ഒരുക്കോളും നമ്മൾ കടലിലേക്ക് വലയിടുന്നത്. എത്രത്തോളം ഞാൻ ഈ കടൽ കാണിക്കാൻ നോക്കിയിട്ടും എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമാണ് എനിക്കുള്ളത്. കാരണം എന്തോരം നമ്മൾ ഈ കണ്ണിൽ കാണുന്ന കാഴ്ച എത്രത്തോളം ഭയാനകമായാലും അത് ഫോണിൽ എനിക്ക് പകർത്താൻ പറ്റണില്ല. ശരിക്കും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കടലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് ഒരു കുഴിയിലേക്ക് ഇറങ്ങിപ്പോണ പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഇങ്ങനെ പൊന്തി വന്നത്. പക്ഷെ അത് ഫോണിൽ എത്രത്തോളം നോക്കിയിട്ട് എനിക്ക് കിട്ടണില്ല കേട്ടോ. സരവണനും ബാലണനും കേട്ടോ ആദ്യത്തെ സെറ്റ് വല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ സെറ്റ് മാറുന്നതനുസരിച്ച് ആളുകൾ മാറിക്കൊണ്ടിരിക്കും. കാരണം ഒറ്റക്ക് ആർക്കും ഇളക്കാൻ പറ്റില്ല ഇത്രയും സെറ്റ്. ഒരു വലയെന്ന് പറഞ്ഞാൽ 1.5 നോട്ടിക്കലാണ്. 1.5 നോട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം വരും ഒരു വലയുടെ നീളോട്ടാ. കണ്ട മീനെല്ലാം വലയെ കിടന്ന് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബോട്ടിനകത്ത് കയറാൻ നേരത്ത് നമ്മുടെ വിൻഡോ സൈഡിൽ കൂടെ നോക്കുമ്പോഴൊരു വ്യൂ കാണുന്നത് ഇതായിരിക്കോട്ടെ. രാത്രിയൊക്കെ അടിപൊളിയാണ്. നല്ല കാറ്റൊക്കെ വരുമ്പോൾ സൂപ്പറാണ്. ഇത് കണ്ട ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടന്നു നോക്കി. വലയിളക്കാൻ 2 പേരല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവർ എന്തിനാണ് ഇങ്ങനെ ചുറ്റും കൂടിക്കണേന്ന് നിങ്ങൾ ചിന്തിക്കും. ശരിക്കും വലയിളക്കി വിടാൻ നേരത്ത് ബോട്ട് ഗിയറിലായിരിക്കുള്ളൂ. ജസ്റ്റ് ഗിയർ തട്ടിയിടുള്ളൂ. ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുള്ളൂ. പിന്നെ തിരടൊപ്പം പോണതിൻ്റെ പേരിൽ കുറച്ച് സ്പീഡ് ഉണ്ടാവും. ഇപ്പോൾ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വലയും പോയൊക്കെ ഒന്ന് ചിലപ്പോൾ കുടുങ്ങി വരും. അങ്ങനെ കുടുങ്ങി വരുമ്പോൾ ഈ ഇളക്കണവർക്ക് പോയി അത് റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നോക്കി നിൽക്കണവരെന്ത് ചെയ്യും, അത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വിടും. അതുപോലെ ബോയെല്ലാം പോണത് കറക്റ്റായിട്ടാണ്. പിന്നെ വല ഇളക്കാൻ നേരത്ത് ബോട്ടിൻ്റെ പങ്കടടിയിലേക്ക് പോവോ അതെല്ലാം നോക്കാനായിട്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കണേട്ടാ. നല്ല അടിപൊളി ഒരു മഴക്കാരാണ്ട വെച്ചേക്കണത്. ദൈവമേ ഇന്ന് രാത്രി നല്ല ഇടിച്ചൂത്തി പെയ്യുമെന്ന് തോന്നുന്നു. ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല കാറ്റുള്ള സ്ഥലത്ത് ഈ ബോട്ട് പോയി പണി എടുക്കില്ലട്ടാ. ഇപ്പം നമ്മളിപ്പോൾ അതേ വല ഇളക്കണുണ്ട്. ഇപ്പം നോർമലാണ്. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ വല പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റും കോളും വന്നു കഴിഞ്ഞാൽ ഈ വല പിടിച്ച് കയറ്റാണ്ട് വേറെ നിവർത്തിയില്ല.
അപ്പം അങ്ങനെ നമ്മൾ പെട്ടുപോകണ്ടെങ്കിൽ കാറ്റിലും കൊള്ളൊക്കെ പെട്ടുപോകുള്ളൂ. അല്ലാതെ ഈ കാറ്റുള്ള സ്ഥലത്ത് നിന്നിട്ട് ഈ ബോട്ട് വല ഇളക്കില്ല കേട്ടോ. കണ്ട് നോക്കി ഇരുട്ട് കുത്തിയാണ് നിൽക്കുന്നത്. നല്ല കീറാരികളും ഇന്ന് രാത്രി മിക്കവാറും മഴ കേട്ടോ. ബോട്ടിൽ കുളിയൊന്നുമില്ലാന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. വല ഇളക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുളിക്കോട്ടെ. പിന്നെ വെള്ളം തീരാറാകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കും. വല ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കണേണ്ടി കാണുന്നത്. വീട്ടിൽ കുളിക്കണ പോലെ അത്ര വലിയ രീതിയിൽ വെള്ളം ചിലവാക്കിയൊന്നും കുളിക്കൂല. കാരണം നമുക്ക് ഇത്ര നാൾ നിൽക്കണതിൻ്റെ വലിയ വെള്ളം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ടുള്ള ഒരു കുളിയാണ്ട് ഈ കാണുന്നത്. മഴ തകർക്കുമെന്ന് പറഞ്ഞില്ലേ സാമിയണ്ണനും അതുപോലെ എബിനെന്തേ മഴയത്താണ്ട കുളിന്ന്. അവർക്ക് വെള്ളം ചിലവാക്കേണ്ട ആവശ്യമില്ല. നല്ല കിടിലം മഴയാണ് പെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ മഴയത്തുള്ളൊരു കുളിയാണ്. വല ഇളക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ട ഈ കാറ്റടിച്ചിട്ട് ബോട്ടും ഇങ്ങനെ അടിച്ചിട്ടേ ആ ഒരു ഇത് പറന്നിങ്ങനെ പോകുന്നുണ്ട്. അത്രയും സ്പീഡിലാണ് ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് കടലിനകത്ത്. ഈ സമയത്ത് മഴ പെയ്യാൻ നേരത്ത് ഒരു ആശ്വാസമുണ്ട്. കാരണം നമ്മുടെ ശരീരം ചൂടായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഈ വെള്ളം വീഴാൻ നേരത്ത് നല്ല സുഖമാണ്. ഇളക്കാൻ നേരത്തില്ലേ. പിന്നെ വെളുപ്പിനൊക്കെ മഴ പെയ്യാൻ നേരത്ത് ഒരു രക്ഷയുണ്ടാവില്ല. നല്ല തണുപ്പായിരിക്കുള്ളൂ. കാരണം കാറ്റുണ്ടാവും. അത് മാത്രമല്ല നല്ല തണുത്ത തുള്ളികളായിരിക്കുള്ളൂ മേത്തിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓപ്പോസിറ്റുള്ള കൂട്ടബോട്ടിൻ്റെ അടുത്ത് സ്രാങ്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് നല്ല ഓരമായിട്ട് നിൽക്കണം. അതായത് നല്ല രീതിയിൽ കാറ്റുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് കാറ്റ് മഴയും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് ലൈവ് ബുൾസയും അതുപോലെ തന്നെ ഓംലെറ്റൊക്കെ വേണ്ടവർക്ക് അതാണ്. എപ്പോഴും മീനല്ല, മുട്ടയൊക്കെ ഉണ്ടാവാറുണ്ട്. മുട്ടയൊക്കെ തീർന്നതിന് ശേഷമാണ് ഞങ്ങൾ എപ്പോഴും മീൻ എടുക്കുന്നത്. അപ്പോൾ സവാളയും അതുപോലെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ വറവൽ വേണ്ടവർക്ക് വറവൽ അല്ലെങ്കിൽ ഓംലേറ്റ്, അത് ഹാഫ് ബോയിൽ, അങ്ങനെ അതിന് ഇഷ്ടാനുസരണം നമ്മുടെ നാഗരാജന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ചില വീഡിയോസ് ഫോക്കസ് പോയിടും മാറി. ഒരാൾക്ക് 2-3 മുട്ട വെച്ചാണ്ട് നമ്മൾ കൊടുക്കണത്. കാരണം വേറെ ഒന്നുമല്ല, 2-3 ട്രേ ഉണ്ടായി. അധികം നാൾ ഈ സാധനം ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തായി പോകല. അത് മാത്രമല്ല നമ്മുടെ ഈ ബോട്ടിനകത്ത് എന്താണോ നടക്കുന്നത് അതങ്ങനെ പാടി തന്നെ അൺകട്ടായിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കണത്. ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അത് ഈ ബാത്റൂമിൽ പോണ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് ഉച്ചക്കലത്തേക്ക് മീൻകറിയുടെ കുറച്ചുണ്ട്, അതുപോലെ രസമുണ്ട്. പിന്നെ മുട്ട വറക്കുമ്പോൾ ശരിക്കും ഹാഫ് ബോയിൽ വേണ്ടവർക്ക് ഹാഫ് ബോയിൽ, പിന്നെ ഓംലേറ്റ് വേണ്ടവർക്ക് ഓംലേറ്റ്. ഇനിയിപ്പോൾ ചിക്കി വറക്കണം, കാരം കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ. കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവിന് വേണ്ടി പുള്ളിക്കാരന് ചിക്കൻ മസാല, അതുപോലെ നമ്മുടെ ഈ കുരുമുളക് പൊടി, അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കണം. പിന്നെ സവാളയും പച്ചമുളകും എല്ലാം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ രാത്രിയിലത്തെ നമ്മുടെ ഭക്ഷണം കേട്ടോ. ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ കിടന്നൊരു ഉറക്കമാണ്. ഉറക്കമെന്ന് പറഞ്ഞാൽ അധികം നേരമൊന്നുമില്ല കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ. അതിനുള്ളിൽ തന്നെ സ്രാങ്ക് വിളിച്ചെണീപ്പിക്കും. വല പിടിക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പേനാച്ചൂരെടുത്ത് മാറ്റിയിട്ട് കയ്യുമ്മയും കാലുമ്മയൊക്കെ കുറേ പേർക്ക് പുണ്ണ് പോലത്തെ സംഭവം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കയ്യുമ്മയൊക്കെ പുരട്ടിയിട്ട് ഈ ചൂട് പിടിക്കണേന്ന് കാണണം. കുറച്ച് ആശ്വാസം കിട്ടുമെന്നുണ്ട് അവർ പറയുന്നത്. കൃത്യം ഒരു 11:30 മണിയായപ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. ആദ്യത്തെ സെറ്റ് വലയിനകത്ത് തന്നെ കുറച്ച് ചൂരിയാണ് നമുക്ക് വന്നേട്ടാ. വീഡിയോയിലൂടെ തന്നെ കാറ്റിൻ്റെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നേരിട്ടെന്ന് പറയുമ്പോൾ നല്ല തണുപ്പായിരിക്കുള്ളൂ ഈ കാറ്റ്. അതായത് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റായിരിക്കുള്ളൂ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണേട്ടാ. അപ്പോൾ അത് നമ്മുടെ വലയിനകത്ത് വന്ന ചൂരനെ മാറ്റിക്കൊണ്ടിരിക്കണേണ്. ഏകദേശം ഒരു മീഡിയം സൈസ് മീനാണ്ട വന്നുകൊണ്ടിരിക്കണം. പിന്നെ കരിപ്പെട്ടിയുണ്ട്. കരിപ്പെട്ടി കണ്ട, കരിപ്പെട്ടി എന്ന് പറയുമ്പോൾ ഇവർ ചടയെന്ന് പറയൂട്ടാ. ഈ മീൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ജീവനോടെ ഉണ്ടവന്. അതോടെ ചിറക് പിരിച്ചു കാണി. ഇതാണ് നമ്മുടെ കടലിലെ പറവച്ചാള അല്ലെങ്കിൽ പറച്ചാള എന്നൊക്കെ പറയുള്ളൂ. നോക്കിയിട്ട് വലണ്ട പറന്ന് ഒരുപാട് ദൂരം പോകും. ഇപ്പൊ ബോട്ടിലേക്ക് പറന്ന് കയറിയാണ്ട് ഈ സാധനം പറന്ന് കയറിയത് ബോട്ടിൽ കടലിലേക്ക് പറന്ന് കയറിയാണ് ബോട്ടിലേക്ക് കണ്ട. ജീവനോടെ ഒന്നാണ്, വലയിലൊന്നും അല്ലട്ടാ. ഞങ്ങളുടെ വല എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറന്ന് ബോട്ടിലേക്ക് ഒന്നാണ്. നോക്കി എന്തായാലും നമുക്ക് പറപ്പിച്ച് വിട്ടേക്കാൻ പോയിട്ട് പറച്ചാളിനെ രക്ഷപ്പെടുത്തി ഉറക്കക്ഷീണം മാറ്റാനായിട്ട് കാപ്പിയും അതുപോലെ ചേവും കൂടിയും അടിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ബോട്ട് അതേസമയം അടുത്ത സെറ്റ് വല എടുക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കാണുന്നത്. ഇങ്ങനെ ഓടിപ്പോകാൻ നേരത്ത് ബോട്ടിൻ്റെ മുമ്പിൽ ചിറക് വിരിച്ച് കിടക്കണ പറച്ചാളുകൾ എന്ത് ചെയ്യും, പറക്കുമ്പോൾ ഈ കാറ്റ് പിടിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് തിരിഞ്ഞും കറങ്ങിയൊക്കെ നേരെ ബോട്ടിലേക്ക്.
അടുത്ത സെറ്റ് വല എടുക്കാനായിട്ട് പോവുകയാണ്. കുറച്ചൊഴുകി മാറിയിട്ടാണ് നമ്മുടെ വല കിടക്കുന്നത്. ആ വലക്ക് നേരെ ഒരു കപ്പൽ വന്നൊന്നും പറയണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് മൊത്തം ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാലേ നമ്മുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വലയുടെ റഡാർ ലൈറ്റ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാറിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് ഇട്ട് പോകുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ല. അതുപോലെ തന്നെ കേട്ടോ. My net very damaged. Very damaged. Change your annual Q80 all that clear. Yes, travel safely. കപ്പലിൽ നമ്മൾ സംസാരിച്ചാണ് ഈ കേട്ടത്. കാരണം നമ്മുടെ വലക്ക് നേരെയാണ് ഒരു കപ്പൽ ഓടി വന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർ പോർട്ട് സൈഡ് അല്ലെങ്കിൽ പോർട്ട് സൈഡിൽ ഇത്ര കോമ്പസിലാണ് നമ്മുടെ വല കിടക്കണേന്ന് കപ്പലുകാരുടെ അടുത്ത് പറഞ്ഞാണ്. അവർ ചിലർ മാറ്റിക്കൊണ്ടുപോകും, ചിലർ മാറ്റില്ല. ആ ഒരു വഴി തന്നെ നേരെ അങ്ങോട്ട് പോയി വല രണ്ടാക്കി കീറി കിളിഞ്ചു കൊണ്ടുപോകണ്ട. ഇതെന്തായെന്ന് അറിയില്ല, മാറ്റാന്നാണ് അവർ പറഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ സെറ്റ് വല എടുക്കാനായിട്ട് നമ്മൾ വന്നേക്കാണ്. ഈ പ്രാവശ്യം വന്നതിൽ കിട്ടിയാലും കൂടുതലും നമുക്ക് വലിയ മീൻ എന്ന് പറയാനായിട്ട് തെരണ്ടി മാത്രമാണ് വന്നത്. പന്നിക്കോലനൊക്കെ വളരെ റെയറാണ് വന്നത്. അതുപോലെ ഈ കട്ടക്കൊമ്പനും വളരെ റെയറാണ് വന്നത്. തെരണ്ടിക്ക് വിലയുണ്ട്. പിന്നെ ഈ സീസൺ ടൈം അതിൻ്റെ പേരിൽ തെരണ്ടിക്ക് വിലയുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വന്നേക്കണ ഒരു ചെറിയ തെരണ്ടിയാണ്. അതുകൂടാണ്ട് നമ്മുടെ ബീഞ്ചിനകത്ത് അടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സൈഡിൽ കൂടെ വലിച്ചത് വേറൊരു തെരണ്ടിനെ കൂടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് മീൻ നമ്മുടെ വലയിലേക്ക് കയറിയിട്ടില്ല. വെള്ളത്തിൻ്റെ നീരോട്ടത്തിൻ്റെ പ്രശ്നമാണ്. മീനെല്ലാം മാറി വേറെ സ്ഥലത്തേക്ക് പോയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ മീൻ വന്നെ രാവിലെ ഉണ്ടാ. ഇതിൻ്റെ ഇടയിൽ 2-3 മീൻ വന്നിരുന്നത്. അത് ചെറിയ മീനാണ്. ഈ കട്ടക്കൊമ്പനും ഓലക്കുടിയനൊക്കെ ഉണ്ടാ വന്നിരുന്നത്. പിന്നെ ഈ തെരണ്ടി വന്നത് ഇപ്പോഴാണ്. ഇവൻ വന്നപ്പോഴും അതേ വല മൊത്തം പിണഞ്ഞിടക്കേണ്ട. കാരണം ഈ തെപ്പക്കട്ടയും അതുപോലെ ഈ ബോയെല്ലാം ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ വല മുറുകി കിടക്കണം. അതിന് കാരണം ഒന്നില്ലെങ്കിൽ നീരോട്ടം അല്ലാന്നുണ്ടെങ്കിൽ ഈ തെരണ്ടി ഇതുപോലെ കയറി കഴിഞ്ഞാൽ കേട്ടോ. മീനുകൾ വളരെ കുറവാണ്. അതുമാത്രമല്ല വലയും കുറച്ചെല്ലാം പിണഞ്ഞാണ്ട് വന്നത്. തെരണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് നമുക്ക് ഈ വലയിനകത്ത് കിട്ടിയില്ല. വല ഒട്ടുമിക്കതും പിണഞ്ഞാണ് വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു യെല്ലോ ഫിൻ ട്യൂൺ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 10-35 കിലോളം ഉണ്ടാവട്ടെ. അതിനെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയാണ്. ഇതിന് റേറ്റ് കൂടുതലാണ്. കിലോ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 120 രൂപ മേളിൽ വിളിക്കും ഈ കേരക്ക്. അപ്പോൾ റേറ്റും ഡിമാൻഡും കൂടുതലാണ്. അതിൻ്റെ പേരിൽ നമ്മൾ കിട്ടിയ പാടി തന്നെ അതിനെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി ഐസ് ചെയ്ത് നല്ല പക്ക പെർഫെക്റ്റാക്കി വെക്കാനായിട്ട് പോകേണ്ട. അത് മാത്രമല്ല വല ഒട്ടുമിക്കതും പിണഞ്ഞാണ് വന്നേക്കണത്. ഫുള്ളെന്ന് പറയാൻ പറ്റില്ല. ഒട്ടുമിക്ക വലയും നമുക്ക് ഈ ബോട്ടിൻ്റെ അണിയത്തേക്ക് നോക്കാൻ നേരത്ത് കാണാൻ പറ്റും. ഒട്ടുമിക്കതും ഇങ്ങനെ പിണഞ്ഞാണ്ടിരിക്കണം. അങ്ങനെ മീനൊക്കെ ഉണ്ടാ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നല്ല കിടൽ യെല്ലോ ഫിൻ ട്യൂണിയാണ്. അതിനെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കണേ കാണാം. ഇതൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അതിൻ്റെ ആ ഒരു മീറ്റ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. നല്ല അടിപ്പൻ അച്ചാർ, കേരച്ചാർ ഇടണം. അതുപോലെ വറക്കുകയും കറി വെക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. വലെടുത്ത് അടുത്ത സെറ്റ് വലെടുക്കാനായിട്ട് പോണ സമയമായപ്പോഴേക്കും കൂട്ടബോട്ടിൽ നിന്ന് വയർലെസ്സിൽ കോൾ വന്നേക്കാണ്. വേറൊന്നുമല്ല, നമ്മുടെ കൂട്ടബോട്ടിൻ്റെ പങ്കയിൽ വല കുടുങ്ങി. അതായത് നമ്മുടെ ഈ വല പങ്കയിൽ കുടുങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. ബോട്ട് ഗിയറിടാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാൻ നേരത്ത് 2 പേര് അല്ലെങ്കിൽ 3 പേര് വെള്ളത്തിലിറങ്ങിയിട്ട് വല ചെത്തി കളയണം. അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഒരുപാട് റിസ്ക് ഉണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നിന്ന് 2 പേര് ഇപ്പോൾ ആ ബോട്ടിലേക്ക് കയറ്റി വിടുകയാണ്. അപ്പോൾ അവർ വല വെള്ളത്തിൽ നിന്ന് ചെത്തിയിട്ട് വേണം ഇനിയിപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ ബോട്ട് പിട്ടേക്കണം വല മൊത്തം കയറ്റിയെടുക്കാനായിട്ട്. നമ്മുടെ ബോട്ടിൽ നിന്ന് അതിലേക്ക് ആളെ കയറ്റിവിടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും കടലിൻ്റെ ഇടയിൽ ഈ ശ്വാസം പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കുള്ളൂ. ചിലവർക്ക് കുറേ നേരം നിൽക്കാൻ പറ്റും, ചിലർക്ക് കുറേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ 2 പേര് എക്സ്പേർട്ടാണ്. അപ്പോൾ 2 പേരെ ഇറക്കി വിടേണ്ട അതിനകത്തേക്ക്. ബോട്ടാണെന്നുണ്ടെങ്കിൽ റഫായതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ കടൽ കണ്ട ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിലിറങ്ങാൻ നേരത്ത് നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കടലിൽ ആയിപ്പുള്ള സമയത്ത് വെള്ളത്തിലിറങ്ങാൻ നേരത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിലിറങ്ങി പങ്കേമച്ചെത്താനായിട്ട് ബോട്ടിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകാൻ നേരത്ത് ബോട്ട് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. ആടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത്രയും വെയിറ്റുള്ള സാധനം വന്നിങ്ങനെ പൊക്കിയിട്ടിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തലയിൽ അരികൾ വന്നിരിക്കുന്നത്. നോർമലി കടലിൽ പുഴ പോലെ കിടക്കുന്ന സമയത്തും അതുപോലെ ഈ ഒരു സമയത്ത് ഇറങ്ങുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞതാണ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെ ആ ഒരു സമയത്ത് ഇറങ്ങുള്ള കടലിൽ. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ബോട്ടിനിങ്ങനെ പൊക്കിയിട്ട് അമരം വന്ന് കുത്തലുണ്ട്. അപ്പം ഇങ്ങനെ ആളുകളെ വെള്ളത്തിൽ ഇറക്കി വിടുന്ന നേരം കൊണ്ട് 2 ബോട്ടും കൂടി ഒരുമിച്ച് നിർത്തി ആളെ കയറ്റിയാൽ പോരെ എന്ന് പലരും ചോദിക്കും. അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഒപ്പത്തിനൊപ്പം പിടിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് രണ്ടും കിടന്ന് റോളാവണുണ്ട്. നമ്മുടെ ബോട്ട് സ്റ്റീൽ ബോഡിയും ആ ബോട്ട് ഫൈബർ ബോഡിയുമാണ്. അങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ നേരത്ത് ഈ റോളിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നമ്മുടെ ബോട്ടുകൾക്ക് രണ്ടിനും ഡാമേജ് പറ്റോട്ടെ. നമ്മുടെ ബോട്ടിൽ നിന്ന് 2 പണിക്കാരെ ആ ബോട്ടിലേക്കും കയറ്റി, ആ ബോട്ടിൽ നിന്ന് 2 പണിക്കാരെ നമ്മുടെ ബോട്ടിലേക്കും കയറ്റി. കാരണം 2 പേര് നമ്മുടെ ബോട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വല പിടിക്കാനുള്ളതാണ് അടുത്ത്. അപ്പോൾ 2 പേര് വേണം. പ്രൊപ്പലറിൽ ചുറ്റിയണ വലയെല്ലാം കീറിക്കളയാണ്ട് നമുക്ക് ഈ ബോട്ട് ഒരടി മുന്നോട്ട് എടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല വല കയറ്റി കഴിഞ്ഞിട്ടില്ല, വീഞ്ചിനകത്ത് വല ലോഡായി കിടക്കണം. ആ വല കയറ്റണമെന്നുണ്ടെങ്കിൽ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കീറിടണം. അപ്പോൾ അതുകൊണ്ട് വല എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമേ നമ്മൾ വല എടുക്കുകയുള്ളൂ. നമ്മുടെ ബോട്ടിലെ 2 പേരെ ആ ബോട്ടിലേക്ക് കൊടുത്തിട്ട് ആ ബോട്ടിലെ 2 പേരെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റി വല എടുക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവരെ തിരിച്ചു കയറ്റോട്ടെ. വല എങ്ങനെയാണ് കുടുങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ മീനുകൾ വരാൻ നേരത്ത് വലയിൽ നിന്ന് അത് ബോട്ടിലേക്ക് കയറ്റാനുള്ള തന്ത്രപ്പാടിൽ നമ്മൾ വല ശ്രദ്ധിക്കില്ല. വല ഇങ്ങനെ ഒഴുകി ഇങ്ങനെ മാറി ചിലപ്പോൾ പ്രൊപ്പലറുമ്പോൾ ചുറ്റി പിടിച്ചിട്ടുണ്ടാകും. അത് ശ്രദ്ധിക്കില്ല. ചിലവർ വല വലിച്ചിങ്ങനെ വെക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഗിയറിടാൻ നേരത്ത് ചുറ്റി പിടിക്കും അങ്ങോട്ട്. ചില സമയങ്ങളിൽ കടലിൽ ഈ റോപ്പും കാര്യങ്ങളൊക്കെ ഒഴുകി വന്നിട്ട് പ്രൊപ്പലറിൽ പിടിക്കാറുണ്ട്. അടുത്ത വല എടുക്കാൻ പോണ സമയം കൊണ്ട് നാഗരാജനൻ രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കേരെടുത്തിട്ടുണ്ട്. കേരയും കൊണ്ട് ഇന്നും നല്ല അടിപൊളി കേരച്ചുക്കേണ്ടിട്ട് ഉണ്ടാക്കാൻ പോകണം. അതുപോലെ തന്നെ പേനാക്കകത്ത് വെച്ച് മീറ്റ് മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ കൈക്ക് വയ്യാത്തതിൻ്റെ പേരിൽ ചുക്ക ഉടച്ചു കൊടുത്തത് ഞാനാണ്. പുള്ളിക്കാരന് ഉടക്കാനായിട്ട് പറ്റില്ല. അന്നത്തെ ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം പുള്ളിക്കാരൻ്റെ കൈ കറക്റ്റായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഈ പറഞ്ഞ കേരനെ ഉടക്കണമല്ല. അപ്പോൾ ഈ സ്പൂൺ വെച്ച് നന്നായിട്ട്, സ്പൂണല്ല തവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് ചെറിയ പീസാക്കിയാലേ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നോക്കിയാൽ നല്ല അടിപൊളി കേരച്ചുക്കയും പിന്നെ തലേ ദിവസത്തെ കന്നിയുമാണ്. കാറ്റുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ കിച്ചൻ്റെ ഉള്ളിൽ ഇരുന്നാണ്ട കഴിക്കണത്. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ടാറ്റാ.